പത്രം ഒന്ന് വായിച്ചേക്കാം. തലതിരിച്ചാ. മധ്യ കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. എന്റെ ദൈവമേ, അപ്പൊ ഇന്നും ഞാൻ നനഞ്ഞ് നിക്കറിടേണ്ടി വരുമല്ലോ. സത്യം. പണ്ടൊക്കെ പല്ലി ഇലക്കുമായിരുന്നു, ഇപ്പൊ സെല്ല ഇലക്കുന്നത്. ഹലോ, അതെ, കുബേരൻ തമ്പിയാണ്. ഞാൻ തന്നെയാണ് പരസ്യം കൊടുത്തത്. ഒരു ഡ്രൈവറെയും ഒരു വേലക്കാരി ആവശ്യമുണ്ടെന്നും പറഞ്ഞ്. വേണ്ട വേണ്ട വേണ്ട, എനിക്കുള്ള ആളെ കിട്ടിക്കഴിഞ്ഞു. അവര് പുറപ്പെടുകയും ചെയ്തു. ഇനി എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യരുത്. ശരിയെന്നാ. കേരളത്തിൽ ഇത്രയും ആൾക്കാർ ജോലിയില്ലാതിരിക്കുവാണെന്ന് ഞാൻ വിചാരിച്ചോ? എനിക്കാകെ 2 പേരെ ആവശ്യമുള്ളെന്ന്. ദൈവമേ, മഴക്കുള്ള കോളുണ്ടല്ലോ. എന്റെ ദൈവമേ, ആ ഡ്രൈവർ വന്നില്ലേലും കുഴപ്പമില്ല, ആ വേലക്കാരി കൊച്ചെന്തോ വന്നാ മതിയായിരുന്നു. ഈശ്വര, 75 വയസ്സുള്ള വേലക്കാരി ഒന്നും വരല്ലേ ഭഗവാന്. എന്ത് കിടക്കാച്ചി വീടായത്. എങ്ങനെങ്കിലും കടിച്ചു തൂങ്ങി ഇവിടെ കിടക്കണം. നിങ്ങളുടെ കൂടെ കടിച്ചു തൂങ്ങി കിടങ്ങാൻ ഞാൻ അനുഭവിക്കുന്നേ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഭാര്യയും ഭർത്താവാണ്, അത് മറക്കരുത്. ആരെ അറിയിക്കരുത് അതൊന്നും. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് അങ്ങ് ടെൻഷൻ ആവുക. എന്തിനാ ടെൻഷൻ? ഡ്രൈവിംഗ് പോലെ അറിയാത്ത ഞാനൊരു ഡ്രൈവറായിട്ട് വന്നില്ലേ. നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് എങ്കിലും ഉണ്ട്. എനിക്കോ ഒരു ചായ ഇടാൻ പോലും അറിയാമോ ഏതാ ഞാനാ ഈ അടുക്കളക്കാരിയായിട്ട് ഇവിടെ നിൽക്കുന്ന അറിയോ? ഒരു കാര്യം പറയാം, നമ്മുടെ കുടുംബജീവൻ തുടങ്ങാൻ പോവാണ്, കുറച്ചൊക്കെ സഹിക്കണം. പിന്നെ സഹിക്കണം. നിങ്ങളാ ഞാൻ സഹിക്കുന്നില്ല, ഇനിയിപ്പോ ഞാൻ വേറെ സഹിക്കണമെന്ന്. നാട്ടുകാരെ വീട്ടുകാരെ മൊത്തം വഞ്ചിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് അറിയാവോ? അല്ല, ഇനിയിപ്പോ ഞാൻ ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്നെ നോക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ കൈ? എന്തുവാ ബെസ്റ്റ് കാലി പോക്കറ്റ് ഇയാളോട് ഇറങ്ങി വരണ്ടായിരുന്നു. എന്തായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരെ നമുക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ട് നിൽക്കണം. ഇവിടെ നമ്മൾ സേഫാ. ദയവായിട്ടാ ഈ പത്രപരസ്യം നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ എന്ത് കള്ളത്തരം പറഞ്ഞിട്ടായാലും നമുക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ. എന്റെ ദൈവമേ, 2 പെൺപിള്ളേര്. സാർ, ഞാൻ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് വന്നതാണേ. ഞാനും പത്രത്തിൽ പരസ്യം കണ്ടു വന്നാണ് സാർ. അത് നിങ്ങൾ അങ്ങനെയാ വലിയ പരസ്യം കാണുന്നത്. അത് പിന്നെ സാറേ, ഞാനേ കാസർഗോഡ് എഡിഷൻ ആവാം. ഞാൻ ട്രിവാൻഡ്രം എഡിഷൻ. ഞാൻ ഈ കുട്ടിയിൽ അഡിക്ഷൻ. പേരെന്തായിരുന്നു? വിശാൽ. എടാ, നിന്നോട് ഞാൻ ചോദിച്ചോടാ, മോള് പറ. അനു. അനു, വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. സ്ഥലം എവിടെയാന്നാ പറഞ്ഞേ? കാസർഗോഡ്. എന്നിട്ട് മോളുടെ സംസാരത്തിൽ കാസർഗോഡ് ഭാഷയൊന്നും വരുന്നില്ലല്ലോ. അത് പിന്നെ സാറേ, ഞാൻ കാസർഗോഡ് ജനിച്ച മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനാ മോള് കോമയിലായിരുന്നു? കോമയിലൊന്നും ഞാൻ പോയിട്ടില്ല. എന്റെ അച്ഛനെ ഒരു കറകളഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നേ. മോളുടെ അച്ഛൻ റബ്ബർ ടാപ്പിംഗിലായിരുന്നല്ലേ പണി? അല്ല, എന്റെ അച്ഛൻ ഒരു സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് മൊത്തം പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരുന്നേ. അങ്ങനെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ജില്ലകളിലായിട്ട് ഇങ്ങനെ ചെതറി കിടക്കുകയാണ് സാർ എന്റെ ഭാഷ. ചെതറി കിടക്കട്ടെ മോളെ, നമുക്ക് വാരിക്കുട്ടി എടുത്തുകൂടെ? മോള് മുംബൈ എവിടെയായിരുന്നു? സാർ, മുംബൈയുടെ കാര്യമാണ് ഞാൻ പറയാം. 4 ദിവസം എടുക്കും സാർ ട്രെയിനിലാണെങ്കിൽ. ഫ്ലൈറ്റിലാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ എടുക്കും സാർ. എടാ, മുംബൈയുടെ കാര്യമല്ലടാ, ഈ മോള് മുംബൈ എവിടെ ആയിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. സത്യം പറഞ്ഞ സാറേ, ഞാൻ വേറെ എങ്ങും ജോലി ചെയ്തിട്ടില്ല. എന്റെ വീട്ടിൽ പോലും ചെയ്തിട്ടില്ല. സാരമില്ല മോളെ, മോൾ ഇവിടുത്തെ അടുക്കളയിൽ ജോലി ചെയ്ത് ലോകം അറിയപ്പെടുന്ന ഏറ്റവും നല്ല വേലക്കാരിയാവും. സാറേ, എന്നെ കൂടെ അനുഗ്രഹിക്കാൻ. ലോകം അറിയുന്ന ഒരു ഡ്രൈവറായി മാറാൻ. ശരി, ലോറി പറയുന്ന ഒരു ഡ്രൈവറായി മാറട്ടെ. ലോറി പറയുന്നല്ല, ലോകം അറിയുന്നേ. എന്തിന്? സാറിന് എന്നെ പറ്റി അറിഞ്ഞോടത്തോണ്ട. മുമ്പ് നിന്ന വീട്ടില് ഞാൻ കാർ ഓടിക്കും, ബൈക്ക് ഓടിക്കും, സ്കൂട്ടർ ഓടിക്കും, കാക്ക ഓടിക്കും. കാക്ക ഓടിക്കൂ? അല്ല സാറേ, ഞാൻ ഉണ്ടായിരുന്ന വണ്ടിയിലെ ആ വണ്ടിയുടെ മണ്ടയ്ക്ക് ബോണറ്റിലാണ് ഈ അരിയൊക്കെ ഉണക്കാൻ കൊണ്ടിരുന്നത്. അപ്പൊ ഈ ശരി, എന്നാ നീ പോയി കാക്ക ഓടിക്ക്. ഇവിടെ താൽക്കാലിക ഒരു ഡ്രൈവർ ആവശ്യമില്ല. മോള് മേടിക്കണ്ട, വേലക്കാരുടെ ആവശ്യമുണ്ട്. സാർ, അങ്ങനെ പറയരുത് സാർ, അങ്ങനെ പറയരുത് സാർ. സാർ, വീട്ടിലെ കട്ടിലിൽ വെറുതെ കിടക്കുന്ന അച്ഛൻ, TV സീരിയലുകൾ ഒറ്റയിരിപ്പിനത് കാണുന്ന അമ്മച്ചി, ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മുഴുവനും തിന്നു തീർക്കുന്ന 6 പെങ്ങന്മാർ. സാർ, പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം അവിടെ ഞാനില്ല എന്നുള്ളതാണ് സാർ, ഞാനില്ല എന്നുള്ളതാണ് സാർ. സാർ, എന്തിനാ സാർ കരയുന്നേ? നീ ഒരു കള്ളക്കരച്ചിൽ ഇങ്ങോട്ട് കാച്ചി, ഞാൻ ഒരു കള്ളക്കരച്ചിൽ അങ്ങോട്ട്. ഒത്തില്ല, ഒപ്പിക്കത്തില്ല. മോള് പറ. എന്തോ സാറേ ഞാൻ പറയണ്ടേ? വെറുതെ നിൽക്കുവാണെങ്കിൽ ഒരു ഐ ലവ് യു അങ്ങ് പറഞ്ഞേക്ക്. അതുപോലെ മോളോട് ആരെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ആരും ഐ ലവ് യു ഒന്നും പറഞ്ഞിട്ടില്ല. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്റെ ദൈവമേ, എന്തോ പറ്റി സാറേ? ഒരു ബ്ലാക്ക്
പ്ലെയിൻ. ബ്ലാക്ക് പ്ലെയിനോ? നടുവേദനയാടാ. സാറേ കുഴമ്പിട്ട് തരട്ടെ? എന്തോന്ന്? കുഴമ്പിട്ട് തരട്ടെ? ആ നീങ്ങ വാ. ഇത്രയും നേരം നീ ഇവിടെ നിന്നിട്ട് ഒരു നല്ല വർത്താനം ഇപ്പഴാ നിന്റെ വായിന്ന് താങ്ക് യു സാർ. കൊടുകൈ. ആ വീട് കൈ. മോള് വാ. മോള് മസാജ് ചെയ്യാൻ അറിയുമോ നിനക്ക്? സാറേ ഞാൻ മസാജ് ഞാൻ PSC ആയുർവേദം. മോള് പറ. എന്തോ സാറേ ഞാൻ പറയണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാന്നേ. ഇതൊക്കെ പറ സാറാ, പറഞ്ഞു കൊടുക്കാൻ കൊടുത്താർന്ന്. ആ മോളെ കല്യാണം കഴിഞ്ഞോ? ആ കല്യാണം ഞങ്ങൾ ഇന്നലെ വരണം. ഇന്നലെ ഒരു കല്യാണ ആലോചന വന്നു. ആ. ഞാൻ പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. മിടുക്കി. പെമ്പിള്ളേരായാലും ഇങ്ങനെ വേണം. വരുന്ന ആലോചനകളെല്ലാം അങ്ങ് തട്ടിക്കളഞ്ഞേക്കണം. അത് പിന്നെ സാറേ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞപ്പോഴാ സാറ് പത്രത്തിൽ പരസ്യം കൊടുത്തില്ലേ, അത് വായിച്ചപ്പോ ഞാൻ വിചാരിച്ചതേ കല്യാണത്തിനുള്ള പരസ്യമാന്നാ. സുന്ദരി സുമുഖയും സുശീലയുമായ ഒരു യുവതിയെ ആവശ്യമുണ്ട്. എന്നിട്ട് ഏറ്റവും അടി കുനുകുനാന്നുള്ള അക്ഷരത്തിലാ ജോലിക്കാരി. നമുക്കൊന്ന് ആലോചിച്ചാലോ? എന്തുവാ? ആ വല്ല ആലോചനകൾ വല്ലതും വരുവാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന്. ആ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ അത് പിന്നെ സാറേ ആ പെട്ടെന്നുള്ള സാട്ടത്തിനിടക്കേ അല്ല ഓട്ടത്തിനിടക്കേ അല്ല ഓട്ടോ കയറി വന്ന വഴിക്ക് ഫോട്ടോ എവിടെ പോയി സാറേ. ഓ കുഴപ്പമില്ല മോളെ, നമുക്ക് സെൽഫി എടുക്കാമല്ലോ. മോളിങ് വന്നേ. എടാ ഇറങ്ങി പോടെ, ഇറക്കാം അവിടുന്ന്. മോള് വാ, നമുക്ക് സെൽഫി എടുക്കാം. ആ ചിരിച്ചോണ്ടങ്ങ് നിക്കി. ഓ മേഡ് ഫോർ ഈച്ച് അതർ ആണല്ലോ. എങ്ങനെയാന്ന്? അല്ല മെയ് മാസത്തിലല്ല, ചൂടാന്ന് പറയായിരുന്നു. സാറിന്റെ ഫാമിലിയൊക്കെ എങ്ങനെയാ? കുട്ടികളും ഭാര്യയൊക്കെ? എനിക്കാണെങ്കിൽ അവരെ കാണാൻ കൊതിയാവുക. എനിക്കും. എന്റെ ഭാര്യ എന്നെ വിട്ടിട്ട് പോയി മോളെ. അയ്യോ, ഞങ്ങള് മാനസികമായി അകൽച്ചയിലായിരുന്നു. അപ്പൊ പിന്നെ മക്കളൊന്നും ഇല്ലല്ലേ? ആ മക്കളൊരു 5 പേരുണ്ട്. അവരിപ്പോ എന്തെടുക്കോ? മൂത്തവനാണെങ്കിൽ കണ്ടുപിടുത്തത്തിൽ ഭയങ്കര താല്പര്യമാ. രണ്ടാമത്തവനാണെങ്കിൽ മൂത്തവൻ എന്ത് കണ്ടുപിടിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നല്ല താല്പര്യം. ചുരുക്കത്തിൽ പറഞ്ഞ 2 പേർക്കും പണിയൊന്നുമില്ല. അപ്പൊ ബാക്കി 3 പേരോ? 3 പേരും പെൺപിള്ളേരാ. അവർക്ക് ഇഷ്ടമുള്ളവരെ അവരങ്ങ് കണ്ടുപിടിച്ച് അവരുടെ ജീവിതം സേഫാക്കി. ഞാനും സേഫായി. ഇനി എനിക്കൊരാളെ കണ്ടുപിടിക്കണം. വൈകാതെ സാറിനെ ഒരാള് കണ്ടുപിടിക്കേ. കാലം ഇറങ്ങി പോടാ ഇവിടുന്ന്. ആ മോള് പറ. അല്ല ഇനിയിപ്പോ എന്തോ സാറേ ഞാൻ പറയണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. പറയാം. സാറിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറോട് നല്ല തറവാട്ടി പറഞ്ഞ മനുഷ്യനാണ്. മൂക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്തുവാ സാറേ? കഴിഞ്ഞ ആഴ്ച എന്റെ കൈ നോക്കിയ ഒരു കൈനോട്ടക്കാരി പറഞ്ഞ എന്തുവാന്നറിയാം? മേടം കഴിഞ്ഞ ഇടവ. ഇടവേലട വർക്കല. ഇടവത്തിൽ നല്ല മഴയായിരിക്കും സാർ. ഓ ഇടവത്തിലാണോ നല്ല മഴ? കക്കടകടകത്തിലല്ലയോ? അല്ല സാറേ, കൈനോട്ടക്കാരി എന്താ പറഞ്ഞേ? കൈനോട്ടക്കാരി പറഞ്ഞെന്ന് എനിക്ക് അറിയണം. ഈ കൈ കൊണ്ടുവരുത്തന്നെ കൊല്ലുമെന്ന്. വേണ്ട സാർ. മോള് കേക്ക്. കൈനോട്ടക്കാരി പറയുവാണേ, സുന്ദരിയായ ഒരു പെങ്കൊച്ചെന്റെ വീട്ടില് വേലയ്ക്ക് വരുമെന്നും അവളെ ഞാൻ കല്യാണം കഴിക്കുമെന്നും രാജകുമാരിയെ പോലെ അവളെ നോക്കുമെന്നും. ഞാൻ ഈ വീട്ടിൽ ഡ്രൈവർ ആയിട്ടുള്ളിടത്തോളം കാലം കല്യാണം നടക്കൂല സാറേ. അത് നിന്റെ സമ്മതം ആർക്ക് വേണം? എന്റെ സമ്മതം അല്ല സാർ, ഇവിടെ എന്റെ ഭാര്യയാണ് സാറേ. ഭാര്യയോ? സാറേ ഞാൻ കല്യാണം കഴിച്ച എന്റെ പെങ്കൊച്ചാണ് സാറേ. പെങ്കൊച്ചോ? സാറേ ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടി ഇറങ്ങിയാണ് സാറേ. ജീവിക്കാൻ വേഷം കെട്ടാൻ എന്താ ഓണക്കളിയാണോ? സാറേ പറ്റിപ്പോയി. രണ്ടും കൂടെ എന്നെ പറ്റിക്കൂടാനുള്ള തീരുമാനമായിരുന്നല്ലോ. ഇറങ്ങടാ ഇവിടെ നിന്ന്. സാറേ ഒരു ദിവസം കൂടെ നിന്നിട്ട് പോയ പോരെ? ഒരു ദിവസം ഒറ്റ നിമിഷം പോലും നിൽക്കില്ല. ഇറങ്ങിപ്പോ. ഫസ്റ്റ് നൈറ്റ് ആണ് സാറേ. ഫസ്റ്റ് നൈറ്റോ ലാസ്റ്റ് നൈറ്റോ? ഇറങ്ങിപ്പോടാ. സാറേ നമ്മൾ എവിടെ പോണെന്ന് അറിയാവോ? റെയിൽവേ സ്റ്റേഷനിലോട്ട്. വല്ല നാട് വിടാനോ? അല്ല, സാറിന്റെ പേരെഴുതി നമ്മൾ ആത്മഹത്യ. സാർ ഇവിടെ കൈ കയറി പിടിച്ച എന്താണ് മോളുടെ പ്രായം എന്റെ മോളുടെ ദൂരദോഷത്തോടെ തന്നെ എന്റെ കൈ കയറി എന്റെ മോളെ ദൈവദോഷം പറയാം. സാറിനെ പോലീസ് പിടിക്കും. ഇങ്ങനെയൊന്നും പറയല്ലോ. എന്നാ ഒരു കണ്ടീഷൻ വെക്കാം. എന്ത് കണ്ടീഷൻ? സാറേ നമുക്കൊരു 6 മാസം ഇവിടെ ജോലി താ. ജോലി എന്നില്ലെങ്കിലും കുഴപ്പമില്ല, താമസിക്കാൻ സ്ഥലം തന്നാ മതി. മാരണമായി പോയില്ല ദൈവമേ, എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ നിൽക്കേ. നീ എന്റെ ഡ്രൈവറായിട്ട് 6 മാസം ശമ്പളമൊന്നും ഇല്ലാതെ ഇവിടെ നിൽക്കണം. സാർ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. എടാ ഡ്രൈവിംഗ് അറിയില്ലെന്നോ? സാർ എനിക്ക് വളയ്ക്കാൻ മാത്രമേ അറിയാവൂ. എടാ വളയ്ക്കാൻ അറിഞ്ഞ ഡ്രൈവർ ആവുന്നത്? സാറേ ഇതുപോലുള്ള പെൺകുട്ടികളെ വളയ്ക്കുന്നതാണ് സാർ. ഈ പെൺകുട്ടികളെ വളയ്ക്കാൻ മാത്രമല്ലടാ, കണ്ടവന്റെ വീട്ടിൽ വന്ന് താമസിക്കാനും അറിയണം നിനക്ക്. മൂട്ടിയാ. അത് ശരിയാ. പോടി. എന്റെ ദൈവമേ.